അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ ബോഡി ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ദുഃഖകരമായിട്ടുള്ളത് തന്നെയാണ്. DNA പരിശോധനയിലൂടെ മാത്രമേ ബോഡി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. അത് ആര് എങ്ങനെയെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ DNA പരിശോധനയിലൂടെ മാത്രമേ മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത്തരം നടപടിക്രമങ്ങളൊക്കെ അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇതുവരെ രഞ്ജിതയുടെ DNA മാച്ചാവുന്ന ഒരു ശവശരീരവും ലഭിച്ചിട്ടില്ല. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. സുന്ദരിയായ രഞ്ജിതയുടെ ബോഡി തിരിച്ചറിയാൻ പോലും പറ്റാത്ത പാകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഉറ്റവർക്കും ഉടയവർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കില്ല. അവളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അന്ത്യചുംബനം നൽകാനും സാധിക്കില്ല. ഇനി രഞ്ജിതയുടെ കഥ അറിയണമെങ്കിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു രഞ്ജിത. തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. മാത്രവുമല്ല പഠിപ്പിൽ നല്ല മിടുക്കിയുമായിരുന്നു. തികഞ്ഞ മനുഷ്യസ്നേഹിയായതുകൊണ്ട് തന്നെ നഴ്സിംഗ് പഠിക്കാനാണ് അവൾ തീരുമാനമെടുത്തത്. അങ്ങനെ BSc നഴ്സിംഗിന് അവൾ പഠിച്ചു. 2009 രഞ്ജിതയുടെ കല്യാണം കഴിയുന്നത്. വളരെ സുന്ദരിയായ സൗമ്യ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്ന സമയത്താണ് 2009 കാലയളവിൽ വളരെ നല്ലൊരു ആലോചന രഞ്ജിതയെ തേടിയെത്തുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു രഞ്ജിതയുടേത്. താൻ ഒരു ജോലി നേടി അവരെ കരക്കെത്തിക്കണമെന്നത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. ജോലി കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു, തൻ്റെ വീട്ടുകാരെ ഒരു കരക്കെത്തിക്കാമെന്നുള്ളത്. പക്ഷേ രഞ്ജിത സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഉയരത്തിലുള്ള ഒരു വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാർ അവളുടെ മനസ്സു മാറ്റി. കോന്നിയിൽ നിന്നാണ് വിവാഹാലോചന വന്നത്. സുമുഖനായ ചെറുപ്പക്കാരൻ, മാത്രവുമല്ല മിലിറ്ററി ഓഫീസറുമാണ്. ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. അവർക്കാണെങ്കിൽ പെണ്ണിനെ മാത്രം മതി, സ്ത്രീധനമൊന്നും ചോദിക്കുന്നില്ല. രഞ്ജിതയുടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് എല്ലാവരും പറഞ്ഞു. പെണ്ണു കാണാനായി വന്ന ചെറുപ്പക്കാരനെ അവൾക്കും ഇഷ്ടമായി. അങ്ങനെ മിലിറ്ററി ഓഫീസറുടെയും രഞ്ജിതയുടെയും വിവാഹം ആർഭാടമായി തന്നെ നടന്നു. ആദ്യമൊക്കെ സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു രഞ്ജിതയുടേത്. അധികം വൈകാതെ തന്നെ ഇന്ദുചൂടൻ പിറന്നു. പിന്നീടാണ് അയാളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി തുടങ്ങിയത്. അതിനുശേഷം ഇദ്ദേഹം 15 വർഷത്തെ സർവീസ് കഴിഞ്ഞ് VRS എടുത്ത് നാട്ടിൽ വന്ന് സമ്പൂർണമായ ഒരു മദ്യപാനത്തിന് അടിമയായി. പിന്നീട് രഞ്ജിതയുടെ ജീവിതം നരകതുല്യമായിരുന്നു. അയാൾ ശാരീരികമായും മാനസികമായും അവളെ ഉപദ്രവിച്ചു. അതിനിടയിൽ അവൾക്കൊരു മകൾ കൂടി ജനിച്ചു. ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. പിന്നീട് അവൾ അവളുടെ കുഞ്ഞുങ്ങളെ അധ്വാനിച്ചാണ് വളർത്തിയത്. ഗവൺമെൻറ് നേഴ്സായ അവൾ ഒമാനിലേക്ക് 5 വർഷത്തെ ലീവ് എടുത്തു പോയി. ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ലണ്ടനിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ലണ്ടനിലെത്തി. പക്ഷെ അവിടുത്തെ ജീവിതം അവൾ വിചാരിച്ച പോലെ അത്ര സുഖകരമായിരുന്നില്ല. മാത്രവുമല്ല 5 വർഷത്തെ ലീവ് അവസാനിക്കാനും പോകുന്നു. ദൈവാധീനം കൊണ്ട് വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. അമ്മക്കാണെങ്കിൽ ക്യാൻസറാണ്. അവർക്കിനി കുട്ടികളെ നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ താൻ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. അതിനുവേണ്ടി ചില നിയമ നടപടികളൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. അതിൻ്റെ ആവശ്യത്തിനാണ് അവൾ തിരികെ നാട്ടിലെത്തുന്നത്. ഉടനെ തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് ലണ്ടനിലേക്ക് പോകുന്ന വഴി അഹമ്മദാബാദ് വെച്ച് ഒരു അപകടമുണ്ടാകുന്നതും ആ വിമാനാപകടത്തിൽ രഞ്ജിത ദാരുണമായി കൊല്ലപ്പെടുന്നതും. രഞ്ജിത മരണപ്പെട്ടു എന്നറിഞ്ഞതല്ലാതെ ഇതുവരെ രഞ്ജിതയുടെ ബോഡി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഉടനെ തന്നെ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം.